ഇപ്പോഴും അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. യാക്കോബായ വിഭാഗത്തിലെ ഒരു എതിരാളി തന്നെയാണ് LDF-ൽ, അതും DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന ബേസിലാണ് മത്സരിക്കുന്നത്. ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സമവായത്തിലെത്താൻ കഴിയാതിരുന്ന കൊണ്ടാണ് അതും പ്രസിഡന്റിനെ വിട്ടിരിക്കുന്നത്. ഇതുകൂടാതെ പട്ടാമ്പിയിൽ 2 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായി കൊമ്പോട് കൊമ്പ് കോർക്കുന്നത്. ഒന്ന് TP ഷാജി, അദ്ദേഹം കോൺഗ്രസ് വിട്ട് പിന്നീട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്നു. ഷാജി അദ്ദേഹത്തിന് ഒരു സീറ്റ് ഓഫർ ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തത് റിയാസ് മുക്കോടി, അദ്ദേഹം അവിടെ നേരത്തെ പരാജയപ്പെട്ടെങ്കിലും 5 വർഷം വളരെ നേരത്തെ ജ്യോതികുമാർ ചാമക്കാല എങ്ങനെയാണോ പത്തനാപുരം പരിപാലിച്ചിരുന്നത് ആ തരത്തിൽ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെ മാറ്റി നിർത്തും എന്നുള്ളതാണ് ഒരു ആശങ്ക. പുതുവയിലാണെങ്കിൽ ഹക്കീം കുന്നേലുണ്ട്, നീലകണ്ഠനുണ്ട്, പ്രദീപ് കുമാറുണ്ട്. മാത്രമല്ല അടുത്ത് കിടക്കുന്ന കാസർഗോഡ് 2 സീറ്റുകളുണ്ട്. കാസർഗോഡും മഞ്ചേശ്വരവും. ഇത് 2 മുസ്ലിം ലീഗാണ്. അപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കണോ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ശക്തമായ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റിലെ അന്തിമ തീരുമാനമെടുക്കുന്നത് ഖാർഗെ ആകട്ടെ എന്ന് തീരുമാനിച്ചത്. മുഹമ്മദ് ഷിയാസ് കൊച്ചിയിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ വരെ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. അവിടെ ദീപ്തി മേരി വർഗീസ് ഇതിനെ പരിഗണിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ ചർച്ചയിൽ ഒരു തരത്തിലുള്ള ഒരു സംശയവും ഇത്തരത്തിലുള്ള സ്ക്രീനിങ് കമ്മിറ്റിക്കോ അതിനുശേഷം നടന്ന മറ്റു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കോ ഉണ്ടായിരുന്നില്ല. അവിടെ ഒറ്റപ്പേര് തന്നെയായിരുന്നു മുഹമ്മദ് ഷിയാസ്. പ്രഖ്യാപനം വന്ന് 3 ദിവസം കഴിഞ്ഞിട്ടും അന്തിമ പട്ടിക പുറത്തിറക്കാൻ കഴിയുന്നില്ല എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, ആ വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വരുന്നതും വലിയൊരു അതൃപ്തി KPCC നേതൃത്വത്തിന് ഉൾപ്പെടെ ഉണ്ട്, മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു പിരിമുറുക്കം ഇപ്പോഴും ഒരു അന്തിമ ധാരണയിൽ എത്താൻ കഴിയാത്തതിന്റെ ഒരു പിരിമുറുക്കം അവിടെ നിന്ന് പ്രതികരിച്ചപ്പോൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. യാതൊരുവിധ പിരിമുറുക്കങ്ങളും നേതാക്കന്മാരുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തമായിരുന്നില്ല. കാരണം അവർ ഇന്നെങ്കിലും ഇത് ഈ അവസാന മണിക്കൂറിലെങ്കിലും ഇതൊരു പരിഹരിച്ച് എത്രയും വേഗം നാട്ടിലേക്ക് പോകുന്ന ഒരു സന്തോഷവും ഒരു ആശ്വാസവും തന്നെയായിരുന്നു അവരുടെ മുഖത്തുണ്ടായിരുന്നത്. കാര്യം ഇനി ഇത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മുന്നിലുള്ളത് കേവലം 4 ദിവസം മാത്രമാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് പറവൂരിൽ പ്രചരണത്തിന് ഇറങ്ങേണ്ടതുണ്ട്. സണ്ണി ജോസഫിന് പേരാവൂരിൽ പ്രചരണത്തിന് ഇറങ്ങേണ്ടതുണ്ട്. പേരാവൂരിൽ ഒരു ഭാഗത്ത് സണ്ണി ജോസഫിനെ പരസ്യമായി വെല്ലുവിളിച്ചു K. സുധാകരന്റെ അനുയായികൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവിടെ വണ്ടൂരിലാണെങ്കിൽ AP അനിൽകുമാറിന് അവിടെ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ഈ തരത്തിലുള്ള ചർച്ചകൾ നീണ്ടു പോവുകയായിരുന്നു. കാര്യം ഇന്നലെ വൈകിട്ട് തന്നെ അവർ 2 ടിക്കറ്റുകളായിരുന്നു എടുത്തിരുന്നത്. ചർച്ച പൂർത്തിയായാൽ വൈകിട്ട് തന്നെ വിമാനം കയറുക, ചർച്ച പൂർത്തിയായില്ലെങ്കിൽ രാവിലെ വിമാനം കയറുക. അങ്ങനെ 2:45 ഖാർഗെയുടെ വീട്ടിൽ നിന്ന് സണ്ണി ജോസഫും AP അനിൽകുമാറും നേരെ വിമാനത്താവളത്തിലേക്കാണ് പോയത്. VD സതീശൻ കേരള ഹൗസിലെത്തി അരമണിക്കൂർ വിശ്രമിച്ചതിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഈ നിമിഷത്തിലെങ്കിലും ഒരു വലിയ തർക്കങ്ങളിലൂടാതെ തന്നെ ഈ തരത്തിലുള്ള ഒരു ചർച്ചയിലും പേരിലും എത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ തരത്തിലുള്ള ഒരു ആശ്വാസമുണ്ട്. ഇനി സുധാകരൻ ഉയർത്തുന്ന വെല്ലുവിളി എങ്ങനെയാണ് ഫീൽഡിൽ പ്രതിഫലിക്കുക എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. ശരി എന്തായാലും ശക്തമായ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത്. MP-മാർ ആരും മത്സരിക്കേണ്ടതില്ല, അതിൽ ആർക്കും ഇളവില്ല. K. സുധാകരനുമില്ല, അടൂർ പ്രകാശനുമില്ല. കണ്ണൂരിൽ K. സുധാകരന് പകരം TO മോഹനനെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും 4 സീറ്റുകളിൽ ഒറ്റ പേരിലേക്ക് എത്തേണ്ടതുണ്ട്.